കാർഷിക ജീവിതം നയിക്കുന്ന അട്ടപ്പാടിയിലെ ഭൂരിഭാഗ ജനവിഭാഗങ്ങൾക്കും തങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികൾ പലപ്പോഴും വിജയത്തിലെത്തിക്കുന്നതിനായി സാധിച്ചിരുന്നില്ല. ആസോ എന്ന സന്നദ്ധ സംഘത്തിന്റെ ഇടപെടലുകൾ ഇത്തരം ദയനീയാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നൂതന കൃഷിരീതികൾ, വ്യത്യസ്തമായ നാണ്യവിളകൾ, പണിയായുധങ്ങൾ, ജലസേചനം, നിരന്തര വിലയിരുത്തലുകൾ എന്നിങ്ങനെ കർഷകന്റെ സർവ്വമേഖലകളിലും ആസോ സഹായഹസ്തവുമായി നിറഞ്ഞുനിന്നു. അട്ടപ്പാടിയിലുള്ള ആദിവാസികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നബാർഡിൻ്റെ സഹായത്തോടുകൂടെ വാടി പദ്ധതി ആരംഭിക്കുകയുണ്ടായി. 2012 557 കുടുംബങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഫേസ് ആരംഭിക്കുകയും അട്ടപ്പാടിയിലുള്ള അഗളി പഞ്ചായത്തിലുള്ള ആദിവാസികളുടെ 1 ഏക്കർ ഭൂമിയിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന കവുങ്ങ്, കശുമാവ്, ജാതി, നെല്ലി എന്നിവ വെച്ച് പിടിപ്പിക്കുകയും അതിനെ 5 വർഷം സംരക്ഷിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വളവും അതുപോലെ തന്നെ വെള്ളവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള വേലിയും ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ സ്ഥിര വരുമാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഞങ്ങൾ നേരത്തെ കൃഷി ചെയ്തിരുന്നത് കോര, ചാമ, ചോള ഇങ്ങനെയുള്ള കൃഷികളാണ് ഞങ്ങൾ ചെയ്തിരുന്നു. ആസോ വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് തൈകളും കമുങ്ങും, തെങ്ങ്, ജാതി, കുരുമുളക് ഇതുപോലത്തെ തൈകളൊക്കെ തന്നു ഞങ്ങൾ നട്ടിപ്പിടിപ്പിച്ചു. ഇപ്പോൾ 2 കൊല്ലമായിട്ട് കൃഷി വരുന്നുണ്ട്, കൃഷികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോട്ടർ ലോണായിട്ട് മോട്ടർ തന്നു ആസോയിരുന്ന്. അതുകൊണ്ട് ഞങ്ങൾ നനച്ചു നല്ല രീതിയിൽ ഇപ്പോൾ കൃഷികളും കമുങ്ങും തെങ്ങും ഒക്കെ കായ്ക്കരായി 2 കൊല്ലമായി കായ്ച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു 25,000 രൂപ കമുങ്ങിരുന്ന് കിട്ടി. ഈ കൊല്ലം അതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇടക്കൃഷിയായിട്ട് ഞങ്ങൾ വാഴ വെക്കുന്നുണ്ട്. വാഴ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പച്ചക്കറികൾ കൂടെ ഒന്ന് വയ്ക്കുന്നുണ്ട്. ആസോ മുഖാന്തരം പട്ടിമൂളൂരിലേക്ക് ഒരു ലിഫ്റ്റിഗേഷൻ 14 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് കിട്ടിയത്. ആ പദ്ധതി കൊണ്ട് ഒരു 10-30 ഗുണഭോക്താക്കൾക്ക് സഹായമായി മാറിയിരിക്കുന്നു. എല്ലാ ചെറുകിട കൃഷിക്കാരും കൃഷി, തെങ്ങ്, കവുങ്ങ്, വാഴ കൃഷികളൊക്കെ ആ പദ്ധതി മുഖാന്തരം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ആ വികസനം ഒരു വലിയ വികസനമായിരുന്നു കിട്ടിയത് കൊണ്ട്. ഇതുവരെയും കിട്ടാത്ത ഒരു പദ്ധതിയാണ് കിട്ടിയത്. ആ പദ്ധതി കൊണ്ട് കൃഷിക്കാരായി മാറിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ 192ഓളം ഊരുണ്ട്. അതിലൊരു പട്ടിമാളം എന്നുള്ള ഊരിലെ ആൾക്കാരാണ് ഞങ്ങൾ. അഗളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ഒരു ഊരാണ്. ഞങ്ങളുടെ ഈ പട്ടിമാളം എന്ന് പറഞ്ഞ കിഴക്കൻ അട്ടപ്പാടിയിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഞങ്ങളുടെ. കൃത്യമായിട്ട് മഴകളൊന്നും കിട്ടില്ല. ഭവാനിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടിമാളം പ്രദേശമാണെങ്കിലും ഇവിടെ മഴയുടെ സാഹചര്യം വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പോലെയുള്ള പദ്ധതിയാണ് മെയിനായിട്ട് വേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിരവധി അപേക്ഷകളും കൊടുത്ത് നിൽക്കുമ്പോഴാണ് വാടി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുള്ള പ്രൊജക്റ്റ് ആസോ മുഖാന്തിരം നടപ്പിലാക്കുന്നത്. ആ പ്രൊജക്റ്റിൽ അച്ഛനുമായിട്ടും നബാർഡ് ബാങ്കിൻ്റെ സഹായത്തോടും നടത്തിയ ആ പദ്ധതിയിൽ ഞങ്ങളും അംഗമാകാൻ കഴിഞ്ഞു.
അതിൽ തരിശ് ഭൂമിയായിട്ട് കിടന്ന ഒരു 50 ഏക്കറത്തോളം ഭൂമി ഇപ്പോൾ കൃഷിഭൂമിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പദ്ധതി മുഖേന. ഇപ്പോൾ നിലവിൽ 35ഓളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമാണ്. മാത്രമല്ല ഞങ്ങൾക്ക് തെങ്ങ് തൈകൾ, കവുങ്ങ് തൈകൾ, മറ്റ് വളം, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വളം, പണിക്കൂലികൾ, പണിയായുധങ്ങൾ, മറ്റ് കോഴി, ഇതുപോലെ നിരവധി ഈ ഫെൻസിങ് ചെയ്യാനുള്ള വലകൾ, നൂൽക്കമ്പി, ഇങ്ങനെ ഒരുപാട് ചില സാധനങ്ങളൊക്കെ ഞാൻ മറന്നിരിക്കണം. അങ്ങനെ ഒരുപാട് സംഭവം ഞങ്ങൾക്ക് ഈ വാടി പ്രോജക്റ്റ് മുഖേന ഞങ്ങൾക്ക് കിട്ടിയത് മുഖേന ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് തരിശുഭൂമിയായിട്ട് കിടന്ന ഭൂമികൾ ഇപ്പോൾ കൃഷിഭൂമിയാക്കി ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് വരികയാണ്. വാഴ കൃഷികളും പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലായിരുന്നു. സാമ്പത്തികപരമായിട്ടും കൃഷികൾ ഒന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് റേഷനിൽ കിട്ടുന്ന 35 കിലോത്തോളം അരിയിലും മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സമൂഹത്തിനെ ഇത്തരം പദ്ധതി കൊണ്ട് മുൻപന്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇത് അല്ലാതെ ഞങ്ങൾക്ക് ലോണ് തന്നു, ആസോ മുഖേന, ഈ പ്രൊജക്റ്റ് മുഖേന ലോണ് തന്നു. അങ്ങനെ ലോണ് കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഈ വാഴകൃഷി പോലെയുള്ള കൃഷിയിലേക്കൊക്കെ ഇറങ്ങി കൃത്യമായിട്ട് ചെയ്ത് ഈ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ട്രാക്ടർ ഞാൻ വിട്ട് ഓടിക്കുകയാണ്. ഈ പദ്ധതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഈ ട്രാക്ടർ വിട്ട് ഓടിക്കാനൊക്കെ കാരണമായിട്ടുള്ളതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഞങ്ങളുടെ ഭൂമി തരിശു ഭൂമിയായിരുന്നു പണ്ട്. ഞങ്ങളുടെ കൃഷികൾ പാരമ്പര്യ കൃഷിയായിരുന്നു. ആസോ ട്രൈബൽ വാടി പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം കവുങ്ങ്, കൊടി, കാപ്പി എന്നീ ഇടവേള കൃഷികൾ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു വർഷത്തിൽ ഏകദേശം കുരുമുളക്, കാപ്പി, കവുങ്ങിൽ നിന്ന് 2 കിൻഡൽ വരുമാനം കിട്ടാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. ആസോയിലെ കോർഡിനേറ്റർമാർ, ആനിമേറ്റേഴ്സ് എന്നിങ്ങനെയുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചിട്ടയായ ആസൂത്രണവും ഇടപെടലുകളുമാണ് എല്ലാ പദ്ധതികളുടെയും വിജയമന്ത്രം. ഔദ്യോഗിക സ്വഭാവമുള്ള ഇത്തരം ഇടപെടലുകൾ കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ചിട്ടയായ പരിഹാരത്തിനും ശുഭാപ്തി വിശ്വാസത്തിനും കാരണമാകുന്നുണ്ട്. ആദ്യമായി നമ്മൾ ഗ്രൂപ്പ് ഊരുകളിലേക്ക് ചെല്ലുന്നു. ഈ പദ്ധതിയെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നു. അതിനുശേഷം നമ്മൾ ഒരു താല്പര്യമുള്ള ഗുണഭോക്താക്കളോട് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. താല്പര്യമുള്ള ആ ഗുണഭോക്താക്കൾ അപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ആ ഗ്രൂപ്പിന് ഒരു പേര് നിർദ്ദേശിക്കുകയും ഗ്രൂപ്പിൻ്റെ ഭരണസമിതിയായി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നീ 3 സ്ഥാനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരോട് നമ്മൾ പറയും, തൈകളൊക്കെ റെഡിയാണ്, നിങ്ങൾ കുഴിയെടുക്കണമെന്ന് പറയും. കുഴിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വരും. നിങ്ങൾ ആ താല്പര്യമുള്ളവർ കുഴിയെടുക്കാൻ പറയും. കുഴിക്ക് ഒരു നിശ്ചിത അളവുണ്ടാവും. പാക്ക് തൈയാണെങ്കിൽ 2x2 അളവിലായിരിക്കണം. തെങ്ങും തൈ ആണെങ്കിൽ 4x4 ആയിരിക്കണം. കശുമാവും തൈ ആണെങ്കിൽ 2x2 ആയിരിക്കണം. അങ്ങനെ ഓരോ തൈക്കും, ജാതി തൈ ആണെങ്കിൽ 2x2, ഇങ്ങനെ ഓരോന്നിനും നിശ്ചിത അളവിലായിരിക്കും കുഴി നമ്മൾ നിർമ്മിക്കാൻ പറയുന്നത്. ഈ കുഴി നിർമ്മിച്ചു കഴിയുമ്പോൾ ഇവർ നമ്മളെ വിളിക്കും, ഇതാ ഞങ്ങൾ കുഴി നിർമ്മിച്ചു, നിങ്ങൾ വന്ന് നോക്കാൻ പറയും. ഈ നിർമ്മിച്ച കുഴികൾ ഓരോന്ന് നിശ്ചിത അളവിലുണ്ടോ, നിശ്ചിത അകലത്തിലുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട് ഞങ്ങൾ ഊരിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലും, എല്ലാം നോക്കുന്നു. കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര കുഴിയുണ്ടെന്ന് എണ്ണും. 50 കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ 50 തൈ അവർക്ക് കൊടുക്കും, അവരാവശ്യപ്പെട്ട തൈ. 100 കുഴിയുണ്ടെന്ന് പറയില്ല, ഞങ്ങൾ എണ്ണി ബോധ്യപ്പെടും. 100 കുഴിയുണ്ടെങ്കിൽ 100 തൈ നമ്മൾ കൊടുക്കും. അതിനുശേഷം അവർ തൈ നട്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഊരിലേക്ക് ചെല്ലും. അത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് ഈ തൈകളെല്ലാം നട്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി. തൈ നട്ടു എന്ന് അവർ വിളിച്ച് നമ്മളെ അറിയിക്കുന്നു. നമ്മൾ തൈ നട്ടോ എന്ന് നോക്കാൻ പോകുന്നു. ഓരോ തൈയും നട്ടിട്ടുണ്ടോ, കൃത്യമാണോ എന്ന് നമ്മൾ തൈ എണ്ണി നോക്കും. ഇത്ര കൊടുത്തതെല്ലാം നട്ടോ എന്നറിയുന്നതിന് വേണ്ടി. അതായത് കൊടുത്ത തൈകളെല്ലാം നട്ട് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കൂലി കൊടുക്കുന്നു. കൂലി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ മാസം മുതൽ എല്ലാ മാസവും 5 വർഷക്കാലം എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഫീൽഡിൽ പോയി തൈകളുടെ എണ്ണം എടുക്കും. അതായത് ഞങ്ങൾ സർവൈവൽ എടുക്കുക എന്ന് പറയും. അതായത് എണ്ണം എടുക്കുകയാണ്. അതായത് നമ്മൾ 100 തൈ കൊടുത്തു, 80 തൈയുള്ള എത്രയുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കും. അതിന് സർവൈവൽ എന്ന് പറയുന്നു. ഈ സർവൈവൽ എടുത്ത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു.
അതിനുശേഷം വളം കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈ നട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും തൈക്ക് 100 തൈയാണെങ്കിൽ 2 ചാക്ക് 3 ചാക്ക് വരെ വളം കൊടുക്കും. 50 തൈയേ ഉള്ളെങ്കിൽ 2 ചാക്ക് വളം കൊടുക്കും. തൈയുടെ എണ്ണം അനുസരിച്ച് ആളുകൾക്ക് വളം കൊടുക്കുന്നുണ്ട്. അത് ഊരുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ വല കൊടുക്കുന്നു, അതോടൊപ്പം എർത്ത് കമ്പിയും കൊടുക്കുന്നുണ്ട്. ആദ്യമേ കമ്പി കെട്ടി വല കമ്പി വഴി കോർത്ത്, അല്ലെങ്കിൽ അവർ ചരട് വാങ്ങി ചരട് കോർത്താണ് അവർ ഈ വല കെട്ടുന്നത്. അത് കെട്ടിയാൽ നമ്മൾ കെട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഫീൽഡിൽ പോയി നോക്കും. മഴക്കാല കെടുതികൾ വഴിയും മറ്റ് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളാലും ഭവനരഹിതരായവർക്കും സാമ്പത്തിക പിന്നാക്കാവസ്ഥയാൽ സുരക്ഷിത വാസസ്ഥലം ഇല്ലാത്തവർക്കും ആസോ നേതൃത്വം നൽകുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാശ്വാസമാണ്. അട്ടപ്പാടി പോലൊരു ദേശത്ത് അതിൻ്റെ ഉപഭോക്താക്കൾ വളരെ വലുതുമാണ്. കഴിഞ്ഞ പ്രളയത്തിൽ ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് നശിച്ചു പോയതാണ്. അതിൽ ആസോലെ ബിജു അച്ഛനാണ് ഞങ്ങൾക്ക് മുൻകൈ എടുത്ത് ഈ വീടൊക്കെ കംപ്ലീറ്റും കെട്ടി പണിയൊക്കെ തീർത്ത് തന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഇതുവരെ വന്നതാണ്. ഈ പ്രാവശ്യം അതുപോലെ ഇതുവരെ വന്നു. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഈ പില്ലർ ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് കഴിച്ചിലായി. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് സാധനങ്ങളൊന്നും നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. യുവജനങ്ങളെ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ സ്വയം തൊഴിൽ പരിശീലന പരിപാടികൾ ആസോ നടത്തിവരുന്നു. കിലോമീറ്ററുകൾ ക്ലേശിച്ച് യാത്ര ചെയ്ത് സാധ്യമാക്കേണ്ട ഇത്തരം പരിശീലനങ്ങൾ സ്വന്തം ദേശത്ത് ആസോയുടെ ചെറുതും വലുതുമായ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകുന്നത് അട്ടപ്പാടിയിലെ യുവജനങ്ങൾക്ക് വലിയൊരാശ്വാസമാണ്. ആസോ ഭവൻ്റെ കീഴിൽ അട്ടപ്പാടിയിൽ പല ഭാഗങ്ങളായിട്ട് വാഹനങ്ങളുടെ സൗകര്യങ്ങളില്ലാത്ത മേഖലകളിൽ സ്ത്രീകൾക്ക് ഒരു തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടി ആസോ ഭവൻ ചെയ്യുന്നതാണ് ഈ തയ്യൽ പരിശീലനം. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിലായിട്ട് അവർ സ്വന്തമായി വീട്ടിലിരുന്ന് തയ്ച്ചും ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള മാർഗം അവർ സ്വയമായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആസോ ഭവൻ ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മേഖലകളിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത മേഖലയിലേക്ക് ഇപ്പോൾ 6 മാസം വീതം വെച്ചാണ് ഓരോ സെൻറ്ററുകളിലും കോഴ്സ് നടത്തുന്നതും. ഈ പഠിച്ചിറങ്ങുന്ന നന്നായി പഠിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആസോ ഭവൻ വഴി മിഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ബാച്ചുകളിലും 20 മുതൽ 25 സ്റ്റുഡൻസ് വരെ ആകാം. ആസോയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഓരോ സ്റ്റുഡൻസിൻ്റെയും കാലാവധി ഈ 6 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ഒരു ജോലി സാധ്യതയ്ക്ക് സാധ്യതയുണ്ട്. അട്ടപ്പാടിയിലെ കുറേ ചെറുപ്പക്കാർ ആസോയിൽ വരികയും ഫാദർ ബിജു മാപ്രാണത്തുകാരനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അവർക്കൊരു തൊഴിൽ പരിശീലനം പഠിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആയിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനത് നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു കാറ് മേടിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 450 പേരെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു. അത് തികച്ചും സൗജന്യമായിരുന്നു. അട്ടപ്പാടിയിൽ വേറെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് പഠിക്കണമെങ്കിൽ മണ്ണാർക്കാട് പോകണമായിരുന്നു. അത് ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു പൈസ. അത് കാരണം ഞങ്ങളിവിടെ പഠിപ്പിക്കുകയും തികച്ചും സൗജന്യമായിട്ടാണ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചത്. അവരെ പഠിപ്പിച്ചതിൽ എനിക്കും ആസോയ്ക്കും അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ നേരത്തെ ഇവിടെ ആയിരുന്നപ്പോൾ ഒന്നും ഡ്രൈവിംഗ് പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആസോയിൽ നിന്ന് ഡ്രൈവിംഗ് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ കുറേ ചെറുപ്പക്കാരും ഞങ്ങൾ കുറേ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇവിടെ ചെല്ലുകയും അതിനുള്ള സഹായങ്ങളൊക്കെ അവിടുന്ന് കിട്ടി ലൈസൻസ് എടുത്ത് തരികയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഡ്രൈവിംഗ് പഠിക്കുകയും ഇവിടെ വണ്ടിയെടുത്ത് ഞാൻ ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനൊക്കെ ഡ്രൈവ് ചെയ്ത് സ്വന്തം ആവശ്യങ്ങളൊക്കെ നടത്തുന്നു. കൂടെയുള്ള പഠിച്ചവർ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ ഇവിടെ മറ്റേ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഡ്രൈവറായിട്ട് പലരും ജോലി ചെയ്യുന്നു. ഇവിടെ സ്റ്റാൻഡിലൊക്കെ ഓടിക്കുന്നവരുണ്ട് പല ആൾക്കാർ. ഞങ്ങൾക്ക് ഇവിടെ അട്ടപ്പാടിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ യാതൊരു സൗകര്യങ്ങളുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഒരുമിച്ച് ചേർന്ന്
ഇവിടുത്തെ ആസോയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജു അച്ഛനെ സമീപിക്കുകയും അച്ഛനോട് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറയുകയും അതേ തുടർന്ന് 1 മാസത്തിനുള്ളിൽ ഇവിടെ ആസോയിൽ സൗജന്യമായി ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ബിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഞങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഫുൾ ഇനിഷ്യേറ്റീവ് എടുത്തു. ഞങ്ങളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദ് എന്ന് വരുന്ന സ്റ്റുഡൻസാണ്. ഞങ്ങളിപ്പോൾ 9 പേരുണ്ട്. 9 പേര് പല പല നാട്ടിൽ നിന്നും പല പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പം കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കുറച്ച് വെസ്റ്റ് ബംഗാളുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ റൂറൽ മാനേജ്മെൻറ്റ് MBA പഠിക്കുന്ന സ്റ്റുഡൻസാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ അസോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വഴിയാണ് അട്ടപ്പാടിനെ കുറിച്ച് അറിയാനും അട്ടപ്പാടിയിൽ എന്താണ് നടക്കുന്നതെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഈ 9 വർഷത്തിലും നമ്മളിവിടെ വന്നിട്ട് എന്താണ് അട്ടപ്പാടി ലൈഫ്, അട്ടപ്പാടിയിൽ ഒരു ലൈവ്ലിഹുഡ് ഇൻ്റർവെൻഷൻ ഉണ്ടാക്കുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ പ്ലാൻ. ഇവിടെ വന്നിട്ട് അസോയാണ് ഞങ്ങൾ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അസോ വഴിയാണ് ഞങ്ങളിവിടെ എത്തി പല പല ട്രൈബ്സിനെ പറ്റിയും പല പല അവരുടെ ഒരു ദിനചര്യനെ കുറിച്ചും പഠിച്ചു. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ആസോ തുടങ്ങുന്ന സമയങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലുമൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും അന്ന് റൂപ്പർട്ടച്ചൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളിൽ പല പരിശീലന പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ അന്ന് ഏറ്റവും നല്ല മേന്മയുള്ള പൊതുപ്രവർത്തകരെ ആയിരുന്നു ആവശ്യമെന്ന് റൂപ്പർട്ടച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് നൽകിയ പരിശീലനങ്ങളെല്ലാം നേതൃത്വ പരിശീലനങ്ങൾ, പൊതുസമൂഹത്തിൽ ഇടപെടാനും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടെത്താനും അതിനുവേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി ചർച്ച ചെയ്യാനും ഒക്കെയുള്ള പൊതുപ്രവർത്തകരാണ്, അതിൻ്റെ ലീഡർഷിപ്പുള്ള ആളുകളാണ് ഉയർന്നു വരേണ്ടത് എന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്തരത്തിലുള്ള വലിയ പരിശീലന പരിപാടികൾ ആസോ കേന്ദ്രീകരിച്ച് നടന്നു. അന്നത്തെ ഒരുപാട് ചെറുപ്പക്കാർ പല ബാച്ചുകളിലായി പരിശീലനങ്ങൾ നേടി. അതിനുശേഷമാണ് വിൻസെൻ്റ് മോയൽനച്ചൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസോ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മോയൽനച്ചൻ വന്നപ്പോൾ വേറൊരു തലത്തിലേക്ക് ആസോയുടെ പ്രവർത്തനങ്ങൾ വഴിമാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള, അവരുടെ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംരംഭത്തിലേക്ക് ആസോയുടെ പ്രവർത്തനങ്ങൾ വഴിമാറി. നിരന്തരം ചെറുകിട ഉൽപ്പന്നങ്ങൾ, സോപ്പ്, ചന്ദനത്തിരി, മെഴുകുതിരി, അങ്ങനെയുള്ള ചെറുകിട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അവരുടെ നിത്യവരുമാനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇന്ന് ഓർക്കുന്നു, മോയൽനച്ചൻ്റെ നേതൃത്വത്തിൽ ആണ് അട്ടപ്പാടിയിൽ ആദ്യത്തെ സ്വയം സഹായ സംഘം രൂപീകരിച്ചത്. മോയൽനച്ചൻ്റെ നേതൃത്വത്തിലാണ്. അതിപ്പോഴും ആർക്കും, അട്ടപ്പാടിയിലുള്ള ആർക്കും തന്നെ അത് അറിയുമോ ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല. അന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ PC ബേബിയും ഞാനും മോയൽനച്ചനും കൂടി ഒരുമിച്ച് കാൽനടയായി പോയി ഗുഡയൂർ വരെ ബൈക്കിൽ ഒരു ബുള്ളറ്റിൽ യാത്ര ചെയ്ത് അവിടെ വാഹനം വെച്ച് അവിടുന്ന് കതിരമ്പതിയിലേക്ക് കാൽനടയായി ചെളിയിലൂടെ, അന്ന് ഭയങ്കര മഴയുള്ളൊരു സമയമായിരുന്നു, ആ മഴയത്ത് ചെളിയിൽ നടന്ന് ആനഗദ്ദയിലുള്ള വാഴക്കാലായിൽ ലീലാമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ ഒരു 15ഓളം സ്ത്രീകൾ ഒത്തൊരുമിച്ച് കൂടി അട്ടപ്പാടിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്വയം സഹായ സംഘം എന്ന് പറയുന്നത് അതായിരുന്നു. അത് മോയൽനച്ചൻ്റെ നേതൃത്വത്തിലാണെന്ന് രൂപീകരിച്ചത്. അതുപോലെ മോയൽനച്ചൻ ഒരുപാട് ചെറുകിട വ്യവസായങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള, അതുപോലെ മേൽക്കൂര ഇല്ലാത്തവർക്ക് മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയുമെല്ലാം ആസോ ആവിഷ്കരിച്ചു. അതുപോലെ കറവ പശുക്കളെ കൊടുക്കുക, ആട് വളർത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, കോഴി വളർത്താൻ, അങ്ങനെ വീടുകളിൽ വരുമാനമുണ്ടാക്കാനും ആ വരുമാനത്തെ ശേഖരിച്ച് വെച്ച് അവരുടെ അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിലൊരു സമ്പാദ്യശീലം വളർത്തുന്ന ഒരു തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാനുമൊക്കെ മോയൽനച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഉപകരിച്ചത്. അതുപോലെ തന്നെ കോക്കനച്ചൻ വന്നപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയും അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ കുറേ കൂടി ആർജവത്തോടു കൂടിയുള്ള പ്രവർത്തനമൊക്കെ ആയിട്ടാണ് അന്ന് മുന്നോട്ട് പോയത്. പിന്നീടാണ് നമ്മുടെ ബിജു അച്ഛൻ
ആസോയുടെ പ്രവർത്തനം ഏറ്റെടുത്ത് കടന്നു വരുന്നത്. ദീർഘകാലത്തെ പ്രവർത്തനമാണ് ബിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ആസോയിൽ നടന്നിട്ടുള്ളത്. അച്ഛൻ്റെ കാലഘട്ടം ഇപ്പോൾ ആസോയുടെ പ്രവർത്തനങ്ങളെല്ലാം അട്ടപ്പാടിയുടെ ഒരു കാലഘട്ടത്തിന് എന്താണോ ആവശ്യം എന്നുള്ളത് കണ്ടെത്തി അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് എപ്പോഴും ആസോയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിജു അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോഴേക്കും നമ്മുടെ ആവശ്യങ്ങൾ മാറി, നമ്മുടെ കാലഘട്ടം മാറി. ഇവിടെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗത്തിന് അവരുടെ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു സംരംഭം എന്നുള്ള തിരിച്ചറിവോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ബിജു അച്ഛൻ ആരംഭിച്ചു. അങ്ങനെ വാടി പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ അച്ഛൻ ഏറ്റെടുക്കുകയും അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ വാടി പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം വളരെ നന്നായി പല മേഖലകളിലും അത് ആസോയ് ആണത് ചെയ്യുന്നതെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ താല്പര്യത്തോടു കൂടിയാണ് ആദിവാസി സമൂഹം ഇന്ന് അതിനെ കാണുന്നത്. നിരവധി പ്രോജക്റ്റുകൾ അട്ടപ്പാടിയിൽ വരികയും ഒരുപാട് കോടികൾ ഇവിടെ ചെലവഴിച്ചു പോവുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയ പണം വിനിയോഗിച്ചുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് വാടി പ്രോജക്റ്റിലൂടെ അട്ടപ്പാടിക്ക് ആസോ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പലരുടെയും കൃഷിഭൂമിയിൽ നിന്ന് അവർക്ക് വരുമാനമുണ്ടാക്കാനും അവരുടെ ആ വരുമാനം ഉണ്ടാകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ആർജവത്തോടു കൂടി പ്രവർത്തിക്കാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതുപോലെ നിർധനരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നും അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ എല്ലാ പദ്ധതികളും ഒരു ടൈം ബൗണ്ടാണ്. 1 വർഷം, 3 വർഷം, 6 വർഷം അങ്ങനെയാണ്. പക്ഷേ ആസോയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ടൈം ബൗണ്ട് വയ്ക്കാറില്ല. ടൈം ബൗണ്ടിൽ നമ്മൾ ഈ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും. പക്ഷേ അതിന് ശേഷം നമ്മൾ സ്റ്റാഫിന് ഇട്ട് കൊടുത്തത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ 2003 അവസാനിച്ച ജലനിധി പദ്ധതികളിൽ ഇപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാഫിന് ഇട്ടുകൊണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ പ്രോജക്റ്റിലാണെങ്കിൽ എല്ലാ മാസവും ഓരോ കൃഷി സ്ഥലത്തും നമ്മൾ സ്റ്റാഫിനെ അയക്കുകയും അവിടെ ചെയ്യേണ്ട കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് അവരെ പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യിപ്പിക്കുകയും വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന വഴിയായിട്ടാണ് നമ്മുടെ പദ്ധതികളെല്ലാം വിജയപ്രദമായിട്ട് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം 2003 അവസാനിച്ച ജലനിധി പദ്ധതികൾ ഇപ്പോഴും അതാണ് ശരിക്ക് അട്ടപ്പാടിയിലുള്ള അഗളി പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സ്. ഇതുപോലെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ അതാത് സമയത്ത് സ്റ്റാഫിന് വിട്ടുകൊണ്ട് വേണ്ട നിർദ്ദേശം നൽകുകയും അതിന് ഫോളോ അപ്പ് നൽകുകയും അവർക്ക് വേണ്ടതായിട്ട് ബെനഫിഷ്യറികൾക്ക് വേണ്ടതായിട്ട് നിർദ്ദേശങ്ങൾ ട്രെയിനിങ്ങുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിൽ ശിശുമരണം വന്ന സമയത്ത് ഇവിടെയുള്ള ആദിവാസി മൂപ്പന്മാർക്കും മറ്റുള്ളവർക്കും ആശാ വർക്കേഴ്സിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി യുനിസെഫിൻ്റെ ഒരു പദ്ധതി സീസാം പ്രോജക്റ്റ് ആസോ വഴി നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് അട്ടപ്പാടിയിലുള്ള എല്ലാ 192 ഊരുകളിലുള്ള വ്യക്തികൾക്ക് നമുക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ജാതി മത വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടെ 1988 ആരംഭിച്ച് ഇന്ന് 31 വർഷം പൂർത്തിയാകുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ നമുക്ക് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളോട് കൂടെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്യുകയും അത് അതേ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഓരോ പദ്ധതിയും വളരെ സക്സസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിലേറെയായുള്ള അട്ടപ്പാടിയിലെ ആസോയുടെ പ്രവർത്തനം കൊണ്ട് അട്ടപ്പാടിയിൽ വിദ്യാഭ്യാസപരമായ വളർച്ചയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ആസോ വഹിച്ച പങ്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള ആസോയുടെ ഇടപെടലും തൊഴിൽ മേഖലയിൽ കരുത്തു പകരാൻ കൊടുത്ത പരിശീലനങ്ങളുമൊക്കെ അട്ടപ്പാടിയിലെ പൊതുസമൂഹത്തിൽ വലിയൊരു പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട്. ആസോ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ കൃഷിക്കാർക്കുണ്ടായിട്ടുള്ള ആത്മധൈര്യം ഇന്ന് നമുക്ക് അട്ടപ്പാടിയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. എന്തുകൊണ്ടും അട്ടപ്പാടിയിൽ ആസോയുടെ പ്രവർത്തനങ്ങൾ ഏത് കാലഘട്ടത്തിലും സ്മരണീയമാണ് എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ലാത്ത സംഗതിയാണ്.
കാലങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും ആസൂത്രണ മികവും നടപ്പിലാക്കുന്നതിലെ കാര്യക്ഷമതയും സൗഹാർദ്ദപരമായ ഇടപെടലുകൾ വഴിയും അട്ടപ്പാടിയിലെ ഓരോ ജീവിതങ്ങളിലൂടെയും കടന്നുപോകുവാൻ ഈ കാലയളവിൽ ആസോ എന്ന സന്നദ്ധ സംഘത്തിന് സാധ്യമായിട്ടുണ്ട്. എന്നിട്ടും പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ടു പോകാതെ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി പ്രദേശവാസികളായ നാനാവിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളിലും പാലക്കാട്, ഇടുക്കി ജില്ലകളിലുള്ള ഗ്രാമീണ മേഖലകളിലും നിർണായക സ്വാധീനമായി ആസോ തുടരുന്നു. ക്രൈസ്തവ ദർശനങ്ങളുടെ പ്രവർത്തന മാതൃകയായി.